ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാടാനപ്പള്ളിക്ക് പോയ ട്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പോയി വന്ന് രാത്രി ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ തിരിച്ച് കളമശ്ശേരിക്ക് പോകണം. അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അവിടുത്തെ കഥകളും വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കുറച്ച് പുട്ടും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കാടമുട്ട വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എല്ലാവർക്കും കറി അത് മതിയാവുമല്ലോ. അതിൻ്റെ കൂടെ ലഞ്ചും ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് കളമശ്ശേരിയിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, 2 ദിവസമായിട്ട് പറമ്പിൽ. അപ്പോൾ ഇക്കാക്കും ഹംദാനും പിന്നെ എനിക്കും എല്ലാം അവിടെ ചെന്നിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ എല്ലാം ബോക്സിലാക്കി വരണേക്കായും ഒരു വാഴയില വെട്ടി പൊതിച്ചോറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയും കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ പരിപാടികൾ തീർക്കാണ്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മോരുകറി ഉണ്ടല്ലോ, നമ്മുടെ കുമ്പളങ്ങയോ വെള്ളരിക്കോ ഒന്നും ഇടാതെ പ്ലെയിനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആക്കിയത്. പിന്നെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് അതേ ചമ്മന്തി അരച്ചു. അതേപോലെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതൊന്ന് തോരനാക്കി. പിന്നെ മുട്ടയും ചിക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കാസർഗോഡുകാരുടെ മുട്ട കാച്ചിയത്. പണ്ടൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ മുട്ടയൊന്നും ഓരോരുത്തർക്ക് കഴിക്കാനൊന്നും തികയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ ചെയ്യുന്ന പരിപാടിയാണ് കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഓംലേറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സൂത്രമാണ് കേട്ടോ. കൂട്ടുകൂടുമ്പോൾ പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ വീട്ടിൽ. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ ഒരു മുട്ട 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂല്ലോ മാക്സിമം. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഓംലേറ്റിന് ആവശ്യമുള്ള പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അവർ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കും. അപ്പോൾ ഒരാൾക്കെന്നുള്ളത് ഒരു 3 പേർക്കൊക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതപ്പോൾ ഒന്ന് വീഡിയോ കണ്ടപ്പോൾ അതങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഉമ്മ വാഴയിലേക്ക് വാട്ടി തന്നിട്ടാ. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചെങ്കിലും ഇലയ്ക്ക് ചെറിയൊരു ഓളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആകെ കുറച്ചൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെല്ലാം ഇത്താത്താനെ ഏൽപ്പിക്കുകയും ചെയ്തേട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നല്ലൊരു പണിയാണ് കേട്ടോ. പിള്ളേരെ റെഡിയാക്കി ഫുഡൊക്കെ ആക്കി ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി പണിയാണ്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ഡ്രസ്സ് ഉണങ്ങി എല്ലാം പാക്ക് ചെയ്തെടുത്ത് വെക്കൽ അത് വേറൊരു പണിയാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ തുടങ്ങി പെട്ടി പാക്കിംഗ് ആണ് കേട്ടോ. കുറച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉള്ള പാക്കിങ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ പാക്കിങ്, അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള പാക്കിങ്, ഇത് തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ ഇലയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പയ്യെ താതാനെ ഏൽപ്പിച്ചിട്ടാണ്. 2 ഇല വേണ്ട വന്ന് ചെറിയൊരു ഹോളൊക്കെ ആയിട്ട് ചോറൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി. പിന്നെ താത്തായാണ് കേട്ടോ എല്ലാം ചെയ്തത്. ആൾക്കും കളമശ്ശേരിക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്. ആളും വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എന്നെയും പിള്ളേരെയും ഒന്ന് വിട്ട് ഇറക്കിയിട്ട് വേണം ആൾക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് അവിടെ നിന്ന് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ 4 എണ്ണമാണ് ഇട്ട് എടുക്കണേ. പിന്നെ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊതിച്ചോറിൽ. അപ്പോൾ അത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ഫുഡും അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ വാഴത്തോട്ടമൊക്കെ ആകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ആ മഴയുള്ള സമയത്തൊക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല ഡ്രൈ ആയി ഓക്കെ ആയിട്ടുണ്ട്. കൃഷിക്ക് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മഴ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നല്ല ചൂടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മഴയുള്ള സമയത്ത് നല്ല തണുപ്പും അത് കഴിഞ്ഞ ഉടനെ ചൂടും വെയിലൊക്കെയാണ്. അപ്പോൾ പോണ വഴിക്ക് ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിള്ളേരുടെ സൈക്കിളൊന്ന് ആലുവയിൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പോണ വഴിക്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് റൂട്ട് മാറിയാണ് പോണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ റോഡിൽ വലിയ സമരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബ്ലോക്കും പണിയൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വണ്ടി സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി പിന്നെ ഡിക്കിയിലേക്ക് വെച്ച് പിന്നെ അങ്ങനെ കളമശ്ശേരിയിലെത്തിയിട്ടാണ്. ഇവിടെ വന്ന് കയറിയപ്പോൾ വീടിൻ്റെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. ആണുങ്ങൾ മാത്രം താമസിക്കുമ്പോൾ വീടിനുണ്ടാകുന്ന ഒരു
വൃത്തിയില്ലായ്മ ഉണ്ടല്ലോ അത് ശരിക്കും കാണാമായിരുന്നു. വേസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇക്ക ചെയ്യുമെങ്കിലും അതിനൊരു കറക്റ്റായിട്ടൊരു നമ്മൾ ചെയ്യുന്ന പോലൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇവിടെ എല്ലാം എന്താ കുഴപ്പം, ഇവിടെ എല്ലാം വൃത്തിയായി കിടപ്പുണ്ടല്ലോ എന്നുള്ളൊരു മറുപടി ആയിരിക്കും കേട്ടോ ഇക്കായൊക്കെ. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ട്. അതേപോലെ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ക്ലീനിങ്ങിന് വരാറുള്ള ആളും എത്തിയിട്ടാണ്. ഞാൻ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങും എന്നാലോചിച്ച് ആകെ ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് പണിയുണ്ട് എനിക്ക്. അതേപോലെ ഒരുപാട് തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ അതൊക്കെ മടക്കണം. അപ്പോൾ ഞാൻ അത് മടക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബെഡുമ്മ കൊണ്ടുവന്ന് അങ്ങനെ വാരിയിട്ടു. ക്ലീനിങ് അവളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടോ. കുറേ വേസ്റ്റ് കാര്യങ്ങൾ, ഫുഡ് വേസ്റ്റൊക്കെ കളയാനുണ്ടായി, കത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ബാത്റൂമൊക്കെ ഒന്ന് കഴുകി ബാക്കിൽ ചാർത്തൊക്കെ ഒന്ന് ക്ലീനാക്കിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം അവളെ ഏൽപ്പിച്ചു. അപ്പോൾ 4 പൊതിച്ചോറാണല്ലോ കൊണ്ടുവന്നത്. വന്ന പാടെ ഇക്കായും ഹംദാനും വിശന്നിരിക്കുകയായിരുന്നു. അവരുടെ ഫുഡടി കഴിഞ്ഞു. പിന്നെ പിള്ളേർക്കും കൊടുത്തു. പിന്നെ ഒരെണ്ണമല്ലേ ഉള്ളൂ. പിന്നെ രഹനാക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പൊതിച്ചോറ് ആൾക്ക് കൊടുത്തിട്ടാണ്. പിന്നെ കുറച്ച് റൈസ് പിള്ളേരുടെ ബാക്കി വന്നത് ഞാനും അങ്ങനെ കഴിച്ചു. അങ്ങനെ പൊതിച്ചോറൊക്കെ അതേ അപ്പം തന്നെ വന്ന പാടെ തീർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ അതേ മുറ്റത്തുള്ള മാംഗോസ്റ്റി പഴുത്തുണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ വരണ സമയത്തേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ടായിരുന്നു. അന്ന് ഗ്രീൻ കളറായിരുന്നു കേട്ടോ. അത് ഇപ്പോഴാണ് പഴുത്ത സെറ്റായി വന്നത്. അപ്പോൾ 2 എണ്ണമാണ് ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ് നടക്കണേ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാംഗോസ്റ്റി. അപ്പോൾ ഇക്ക ആ സമയത്ത് പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഇക്കാക്ക് എടുത്ത് വെച്ചു. മറ്റേത് ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ കഴിച്ചിട്ട് അതേ അങ്ങനെ ഇവിടെ ബാക്കിൽ ക്ലീനിങ്ങും പണിയൊക്കെ അതേ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ മടക്കി വെച്ച് ഞങ്ങളൊന്ന് വൈകുന്നേരം അതേ താഴേക്ക് വന്നതാണ്. അപ്പോൾ പിള്ളേർ വൈകിട്ട് ഇവിടെ കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് താത്താക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കോഴിക്കോട് നിന്ന്. താത്തായുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലത്തേക്ക് അങ്ങോട്ടേക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് പൊറോട്ട എന്തെങ്കിലും വാങ്ങിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രാത്രി താത്ത അടുത്തൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് വൈകിയാണ് കേട്ടോ വന്നത്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും രാവിലെ ടെൻഷനാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കും? ഞാനിതുവരെ അരിപ്പൊടിയോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. പുട്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊടി ഉണ്ടല്ലോ, അതിൻ്റെ പാക്കറ്റ് വാങ്ങി ഒരു ദിവസം പുട്ടുണ്ടാക്കി. പിന്നെ ന്യൂഡിൽസ്, പിന്നെ ബ്രെഡ്, മുട്ട. ഇതേപ്പോൾ ഇന്ന് ഞാൻ ഫ്രോസൺ ചപ്പാത്തി വാങ്ങിയിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു ബ്രസ്റ്റ് പീസ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. എന്നിട്ട് ചീസും നമ്മുടെ മയോ ചെപ്പ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിയുടെ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കും, സൈഡ് പോർഷൻ. എന്നിട്ട് 3 സൈഡിലായിട്ട് ഒന്ന് ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ ഫില്ലിങ് അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കുംബർ, ടൊമാറ്റോ ഒക്കെ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും, ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ പിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്കാണെങ്കിൽ 2 എണ്ണമൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇത്താത്തനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയപ്പോൾ ഇത്താത്തയുടെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവിടെ മട്ടൻ ബിരിയാണിയും പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് കൊടുത്തയച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ലഞ്ചിന് ഫ്രീ ആണ്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ കലൂരിൽ ഒരു കോട്ടൺ ഫാബിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്നാണ് വിചാരിക്കണേ. പിത്താത്തായൊക്കെ ലുലുവിലാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് അങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങൾ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലേക്ക് പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ PVC പൈപ്പിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സിമെൻ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 3-4 എണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടും ഇങ്ങനെ തൈ നട്ടു കൊടുക്കും, വളമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ആ പൈപ്പിൻ്റെ മുകളിൽ കൂടെ പടർന്നു പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഹാസിമ് വളമൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുക്കണതാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഒരു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കാറ് മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്ന് ഇട്ടിട്ട് മെട്രോയിൽ കയറാൻ വേണ്ടി വന്നതാണ്.
കുറേ ആയിട്ടാ ഇവിടുത്തെ മെട്രോയിലൊക്കെ കയറിയിട്ട് കഴിഞ്ഞ തവണ വന്നിട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ആണ് സംഭവം ഉള്ളത്. അപ്പം ഞാൻ കലൂര് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. സ്റ്റേഡിയത്തിൻ്റെ അവിടെ സ്റ്റോപ്പ് ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ബസ് എടുത്തിട്ട് സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. എറണാകുളത്തേക്കുള്ള യാത്ര ഏറ്റവും നല്ലതിപ്പോൾ മെട്രോയാണ് ഒരു തിക്കും തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോയിട്ട് വരാം. നമ്മൾ വണ്ടിക്കാണെങ്കിൽ റോഡ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വൈകിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് പേടിയാവും വണ്ടി ഓടിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി വരണമെന്ന് ആണെങ്കിൽ എറണാകുളം ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെട്രോ കയറി പോയി കാര്യം നടത്തി തിരിച്ചു വരാമെന്നുള്ളതാണ് അപ്പം ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയപ്പോൾ പണ്ട് +2 പഠിക്കണ സമയത്ത് സ്കൂളിൽ പോയ ഓർമ്മയും കാര്യങ്ങളൊക്കെയാണ് അന്ന് ബസ്സിൽ കയറിയതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ CBSE പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലേക്കൊക്കെ ബസ്സിന് വരുമായിരുന്നു ആ സമയത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളായി പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയിട്ട്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഭയങ്കര നൊസ്റ്റുമായിരുന്നു ബസ്സിൽ കയറിയപ്പോൾ. പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് കുറേ ആയി. ആദ്യമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ചില സമയത്ത് നമുക്ക് അങ്ങനെയും വേണമല്ലോ, ആരും ഇല്ലാതെ ഒറ്റയ്ക്കും എൻജോയ് ചെയ്യണമല്ലോ. പിള്ളേരുടെ കൂടെ പോകുമ്പോൾ എപ്പോഴും പ്രിഫറൻസ് അവർക്കായിരിക്കും. അവർക്ക് വേണ്ട സാധനങ്ങൾ, അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമുക്കായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങൽ. അപ്പോൾ നമ്മളെപ്പോഴും ബാക്കിലേക്ക് മാറ്റി വെക്കും അപ്പോൾ പോവാറാവുമ്പോഴത്തേനും ചിലപ്പോൾ എൻ്റെ പല കാര്യങ്ങളും നടക്കാറില്ല. പക്ഷേ ഈ തവണ ഞാൻ എനിക്ക് തന്നെ പ്രിഫറൻസ് പല കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ കേസുകൾ ഒക്കെ ഞങ്ങൾ നാട്ടിൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യലും പിടിക്കലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നടത്തണം. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ടേ പോകാവൂ എന്ന് ഞാൻ ഇൻഷാല്ലാ ഈ തവണ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല വളരെ കാമാൻ കൊയറ്റ് കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കുപ്പികളെയൊക്കെ നോക്കി നിന്നിട്ടോ. നല്ല കളക്ഷൻ ഉണ്ട് കുപ്പികളുടെ. നമ്മുടെ പണ്ടത്തെ പോലത്തെ വളരെ നൈസായിട്ടുള്ളതല്ല, കുറച്ച് തിക്കായിട്ടുള്ള ടൈപ്പായിരുന്നു അപ്പോൾ ഇത്താത്തായൊന്നും ലുലുന്ന് പോന്നിട്ടില്ല. അവർ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പിന്നെ എനിക്ക് നോർമൽ ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പാർട്ടി വെയർ ആയിരുന്നു അപ്പോൾ ഞാൻ ക്രോക്സ് ഇട്ടാണ് ഇത്ര ദിവസം നടന്നുകൊണ്ടിരുന്നത് ഹംദാൻ്റെ. അപ്പോൾ എനിക്കൊരു നോർമൽ ചെരുപ്പ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങി. അതേപോലെ ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യുന്ന ടേബിളിൽ വെക്കുന്ന സംഭവമാണ് വുഡിൻ്റെ. 750 രൂപ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നിന്നു. അവർ വന്ന വരെ എല്ലാം ഒന്ന് കണ്ട് നടക്കുമായിരുന്നു പിന്നെ സാരിയുടെ ഒക്കെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. സാരി ഒന്നും നമ്മൾ നോക്കിയൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ നോക്കിപ്പോയി. ബുക്സ്, ചെരുപ്പുകൾ, പിന്നെ നമ്മുടെ ജ്വല്ലറീസ് ഇഷ്ടം പോലെ ഉണ്ട്. ബ്ലാക്ക് മെറ്റലിൻ്റെയും അല്ലാതെ സ്റ്റോണിൻ്റെ ടൈപ്പൊക്കെ. അങ്ങനെ ഇത്താത്തയുടെ ഫ്രണ്ട് അവർ വന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കാരിയുടെ ചുരിദാറുകളുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറേ നേരം നമ്മൾ തപ്പിയിട്ട് അവിടെ നല്ല കുറച്ച് റേറ്റ് കൂടുതലാണ്. ടോപ്പ് മാത്രമാണെങ്കിൽ 1200, ടോപ്പും പാൻറ്റും കൂടി ആണെങ്കിൽ 2300, അത്രയും റേറ്റ് വരും. അങ്ങനെ കുറേ നോക്കി അവസാനം ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കളർ ചേഞ്ച് എടുത്തിട്ടായി. താത്തായും ഒരെണ്ണെടുത്തു, ഞാനും ഒരെണ്ണെടുത്തു. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. എന്നാലും ചിക്കൻ കാരി ഇതുവരെ എടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചുരിദാർ സെറ്റായിട്ട് എടുത്ത്. ഇത്തത്തക്ക് ബ്ലാക്ക് മെറ്റൽ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി നോക്കുന്നു. ഓരോ വളയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന കളക്ഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ പഴയ മോഡലും ഒക്കെ ആയിട്ടായിരുന്നു എല്ലാം പൊടിയൊക്കെ പിടിച്ച് ഒന്നും ഒരു ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ബെഡ്ഷീറ്റാണ് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയത് ബെഡ്ഷീറ്റുകൾ മാത്രമാണ്. ബെഡ്ഷീറ്റിൻ്റെ ഭയങ്കര കളക്ഷൻ ഉണ്ടായിരുന്നു. വൈറ്റിൽ പ്രിൻ്റ് വരുന്ന ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ ഇത്താത്തായും എടുത്തു, ഞാനും വാങ്ങി, എൻ്റെ ഉമ്മാക്കും ഒരെണ്ണം എടുത്തു. അങ്ങനെ ഒരു 3-4 എടുത്തിട്ടാണ്. പിന്നെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇത്തായും ഞങ്ങളൊക്കെ ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ്.
പിന്നെ അതേ അവനൊരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സിൽവർ. അപ്പോൾ ഇലു എന്നാണ് അവൻ്റെ പേര്. ഹാറുൻ്റെ പ്രായമാണ് കേട്ടോ. ആൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ആള് ഇത്താക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ്, സബ്സ്ക്രൈബേഴ്സ് എത്രയാണ്, എങ്ങനെയാണ് വീഡിയോ ഇടുന്നത്, എല്ലാ ഡീറ്റെയിൽസ് ആൾ ആ സമയം കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആള് വാങ്ങിയ റിങ്ങൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ മൻഹായും കുറച്ച് 2-3 ഇയർ റിങ്ങും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പുറത്തേക്ക് കിടന്ന് നമ്മൾ ചായയും കുറച്ച് പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അവർക്ക് എറണാകുളത്തേക്ക് മിലണിലൊന്ന് പോകണമായിരുന്നു. അവർ നേരെ അങ്ങോട്ടും പോയി. മൻഹായും കുറേ നടന്ന് ടയേർഡായതുകൊണ്ട് അവൾ എൻ്റെ കൂടെ വന്നിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ അതേ കളമശ്ശേരിയിലേക്കും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ മെട്രോയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ലബീന്ത കോഴിക്കോട് നിന്ന് വന്നതാണ് കേട്ടോ ഇത്താത്തനെ കാണാനായിട്ട്. അപ്പോൾ ഇത് അവരുടെ ഡേയ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 4 ദിവസം അവരങ്ങനെ അടിച്ചു പൊളിച്ചു. അതിൽ ഒരു ഡേ ലുലുവും കോട്ടൺ ഫാബൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അവർ വീട്ടിലിരുന്ന് കത്തിയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാനിങ്. എന്നാലും അത്യാവശ്യം എൻ്റെ വീട്ടിലൊന്ന് പോയി. അതേപോലെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് കറങ്ങി. 4 ദിവസം എന്താ പറയുക, മെമ്മറബിൾ ഡേയ്സ് ആക്കി അവരെടുത്തിട്ടാണ്. അപ്പോൾ ചിക്കൻ കാരിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ കോട്ടൺ ഫാബിൽ. അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് വിട്ടോ, അടിപൊളിയാണ്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര വലിയ കളക്ഷനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വാങ്ങിക്കാൻ പറ്റിയത് ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.